ഹലോ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് 4 സ്റ്റേജോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലെയറായ യെല്ലോ, അതിൽ ഒരു പ്ലസ് ഐക്കൺ കൊണ്ടുവരുന്നതാണ്. ഫസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പായിരിക്കാം കിട്ടുക, ദെൻ T കിട്ടാറുണ്ട്. പ്ലസ് കിട്ടിയാൽ പിന്നെ നമുക്ക് ആ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, നേരെ അങ്ങ് അടുത്ത സ്റ്റെപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി പ്ലസ് ഐക്കൺ കൊണ്ടുവരാനുള്ള സ്റ്റേജിലോട്ടാണ്. നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ലെയറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതായത് നമ്മൾ നേരെ ഇരിക്കുന്ന ലെയറിനെ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡ് ഒന്ന് അപ്പ് ചെയ്യുക. ദെൻ തിരിച്ച് നമ്മൾ ടോപ്പ് ലെയർ ഒന്ന് ലെഫ്റ്റിലോട്ടാക്കുക, റൈറ്റ് സൈഡ് ഡൗൺ ചെയ്യുക, ടോപ്പ് ലെയർ റൈറ്റിലോട്ടാക്കുക, നമ്മുടെ റൊട്ടേഷൻ തിരിച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കുക. ഈ ഒരു സ്റ്റേജ് പ്ലസ് ഐക്കൺ കിട്ടുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ T ആണ് കിട്ടിയത്. അപ്പോൾ പ്ലസ് ഐക്കൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വട്ടം കൂടി ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് പ്ലസ് ഐക്കൺ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കണം. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബ്ലൂ ആണ് കിടക്കുന്നതെങ്കിൽ ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു നോക്കുക, ഏതെങ്കിലും കളർ മാച്ച് ആവണമെന്ന് നോക്കുക. എന്തായാലും ഒരു കളറെങ്കിലും മാച്ച് ആവാണ്ടിരിക്കില്ല. ഇപ്പം നമുക്ക് 2 കളർ മാച്ചായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു കളർ ബാക്ക് വശത്തും ഒരു കളർ റൈറ്റ് സൈഡിലും വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഒന്നാണെങ്കിൽ അതിനെ ബാക്കിൽ വയ്ക്കുക, നമ്മൾ ഫ്രണ്ടിൽ വെക്കണ്ട. അപ്പോൾ ബാക്കും റൈറ്റ് സൈഡും വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി സ്റ്റെപ്പിലോട്ടാണ്. നമ്മൾ റൈറ്റ് സൈഡ് ഒന്ന് അപ്പ് ചെയ്യുക, ടോപ്പ് ലെയർ ലെഫ്റ്റിലോട്ട് ഒന്ന് ആക്കുക, ദെൻ റൈറ്റ് സൈഡ് ഡൗൺ ചെയ്ത് കൊടുക്കുക, ടോപ്പ് ലെയർ ഒരു വട്ടവും കൂടി നമ്മൾ ലെഫ്റ്റിലോട്ടാക്കുക. ഇനി ആ റൈറ്റ് സൈഡ് ഒന്ന് അപ്പ് ചെയ്യുക, ടോപ്പ് ലെയർ 2 വട്ടം ഫ്രണ്ടിലോട്ട് ഒന്ന് ആക്കുക, അതായത് റൈറ്റിലോട്ട് ഒന്ന് ആക്കുക. ആ വൈറ്റ് അപ്പോഴത്തേക്കും അതുമായിട്ട് ജോയിൻ ആവും. ഇനി താഴോട്ട് കൊണ്ടുപോകാം. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചെല്ലാം വെച്ച് കൊടുക്കാം, ജോയിൻ ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ജോയിനായി കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു വട്ടം കൂടി ചെയ്ത് നോക്കുക, കിട്ടും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ 4 എഡ്ജും സെറ്റാക്കണം. അതോടെ നമ്മുടെ ക്യൂബ് സോൾവ് ആവും. 4 എഡ്ജ് സെറ്റാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ക്യൂബിൽ, ആ ഒരു എഡ്ജിൽ 3 കളറല്ലേ ഉള്ളത്. ആ 3 കളറും 3 വശത്തുള്ള കളറായിരിക്കണം നോക്കണം. ആ കളർ സെയിം ആക്കാൻ ടോപ്പ് ലെയറിനെ ലെഫ്റ്റിലോട്ടാക്കുക, റൈറ്റ് സൈഡ് അപ്പ് ചെയ്യുക, ടോപ്പ് ലെയർ റൈറ്റിലോട്ടാക്കുക, ലെഫ്റ്റ് സൈഡ് അപ്പ് ചെയ്യുക, ടോപ്പ് ലെയർ വീണ്ടും ലെഫ്റ്റിലോട്ടാക്കുക, റൈറ്റ് സൈഡ് ഡൗൺ ചെയ്യുക, ടോപ്പ് ലെയർ റൈറ്റിലോട്ടാക്കുക, ലെഫ്റ്റ് സൈഡ് ഡൗൺ ചെയ്യുക. ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക ആ എഡ്ജിൽ 3 വശത്തുള്ള കളർ, അതായത് എല്ലാ എഡ്ജിലും 3 വശത്തുള്ള കളർ വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്ത് കൊടുക്കുക, അത് വരും വരെ ചെയ്ത് കൊടുക്കുക. ശേഷം അതായത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് 8ാമത്തെ സ്റ്റെപ്പ്, അതോടെ ക്യൂബ് സോൾവ് ആകുന്നതാണ്. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. നമ്മൾ മഞ്ഞ കിട്ടും വരെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡും താഴത്തെ ലെയർ വെച്ചാണ് ചെയ്യുന്നത്. റൈറ്റ് സൈഡ് ഡൗൺ ആക്കുക, താഴത്തെ ലെയർ ലെഫ്റ്റിലോട്ടാക്കുക, റൈറ്റ് സൈഡ് അപ്പ് ചെയ്യുക, താഴത്തെ ലെയർ റൈറ്റിലോട്ടാക്കുക, വീണ്ടും റൈറ്റ് സൈഡ് ഡൗൺ ആക്കുക, താഴത്തെ ലെയർ ലെഫ്റ്റിലോട്ടാക്കുക, റൈറ്റ് സൈഡ് മുകളിലാക്കുക, ദെൻ താഴത്തെ ലെയർ റൈറ്റിലോട്ട് ആക്കുക. ഇപ്പോൾ ആ മഞ്ഞ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലെയർ, ആ മുകളിലത്തെ ലെയർ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക. അടുത്തത് ആ ലെയർ താഴോട്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. യെല്ലോ കിട്ടും വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. യെല്ലോ കിട്ടിയാൽ നമ്മൾ ആ ഒരു ലെയർ മാത്രം ലെഫ്റ്റിലോട്ട് ആക്കിയിട്ട് ബാക്കിയുള്ള ലെയർ ചെയ്യുക. ഒരുപക്ഷെ അവിടെ യെല്ലോ ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് വീണ്ടും ആക്കി കൊടുത്തിട്ട് യെല്ലോ ഇല്ലാത്ത ഭാഗം ചെയ്താൽ മതി. ഇത് ഫൈനലി ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യൂബ് സോൾവ് ആവും. അത് ഭയങ്കര കെയറോടെ ചെയ്യുക, കാരണം അവിടെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മുടെ ക്യൂബ് ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഒരു 2-3 വട്ടമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റിൽ ചെയ്യാൻ പറ്റും. 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിലൊക്കെ നമ്മൾ ചെയ്ത് സെറ്റാക്കാൻ പറ്റും. അതുകൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ അടിപൊളിയായിട്ട് ചെയ്യാം.